തൂക്കുപാലം മേഖലയിൽ മിന്നൽ പ്രളയത്തിൽ വെള്ളം കയറി നാശനഷ്ടം നേരിട്ട വ്യാപാരികൾക്ക് കൈത്താങ്ങുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയ നാശനഷ്ടമുണ്ടായ മുഴുവൻ വ്യാപാരികൾക്കുമാണ് ധനസഹായം നൽകിയത്. ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ധനസഹായ വിതരണം നടത്തിയത്. 2025 ഒക്ടോബർ 17 തൂക്കുപാലത്തും പരിസര പ്രദേശങ്ങളിലും ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി മിന്നൽ പ്രളയം ഉണ്ടായത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഈ പ്രളയത്തിൽ നിന്നും കരകയറുവാൻ ആഴ്ചകളോളം വേണ്ടിവന്നു വ്യാപാരികൾക്ക്. വ്യാപാരികളുടെ ദുരിതം കണ്ടറിഞ്ഞ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ധനസഹായം എത്തിക്കുകയുമായിരുന്നു. തൂക്കുപാലം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരികൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. സുനിൽ അറക്കുളം ക്ഷണിച്ചു. വേണ്ടി വൈസ് പ്രസിഡന്റ് ടി.കെ. അടുത്തത് നാസർ മുഹമ്മദ്. പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് ഹാജി ബി.എം. സാലി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആവശ്യം അനുസരിച്ച് തന്നെ അവർ ജില്ലയിലെ ഏറ്റവും കൂടിയ സംഖ്യ തുക യൂണിറ്റ് തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുഴുവൻ അംഗങ്ങൾക്കും അത് മതിയായ സഹായമല്ലെന്ന് നമുക്കറിയാം. എന്നാലും നമ്മളെ പരമാവധി ജില്ലാ കമ്മിറ്റി നമ്മളെ കാര്യമായി സഹായിച്ചിട്ടുണ്ട്. അതിന് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ യൂണിറ്റ് കമ്മിറ്റികൾക്കും തൂക്കാലി യൂണിറ്റിന്റെ നന്ദി പ്രത്യേകിച്ച് അറിയിക്കാൻ ഈ അവസരത്തിൽ. പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ജനറൽ സെക്രട്ടറിയുമായ ശ്രേയസ് ഭദ്രൻ സംഘടനയുടെ പുതിയ സംരംഭമായ വ്യാപാര ഉത്സവത്തെക്കുറിച്ച് വിശദീകരിച്ചു. കച്ചവടക്കാരൻ ഒരിക്കലും ആവശ്യതയുടെ ഭാഗത്തല്ല, നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന സമൂഹമാണ്. അപ്പം ആ സംഘടന വന്നതിന് ശേഷമാണ് ആത്മാഭിമാനത്തോടു കൂടി നമ്മൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മെമ്പർമാരാണെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മുന്നിൽ ഏത് ഉദ്യോഗസ്ഥന്റെ മുന്നിലും ഞെളിഞ്ഞി എന്ന് പറയാൻ തന്റെ ഇടം ഉണ്ടാക്കി തന്നത് ഏകോപന സമിതിയാണ്. പുതിയ വന്ന ഒരു പ്രസ്ഥാനക്കാരുമല്ല. ഭാരവാഹികളായ ടി.എൻ. ചിന്ത, ടി.കെ. തോമസ്, കെ. സുബൈർ, മോഡൻ ഹുസൈൻ, സുനിൽ എബ്രഹാം, പി. മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.